ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കെയ്റ്റാണ്. അതായത് പട്ടം, അതും പ്ലാസ്റ്റിക് ബാഗും ഉണ്ട്. നമ്മളെ കുട്ടികൾക്കൊക്കെ പട്ടം പറത്താൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. അതിനുള്ള പ്രോസസ്സ് പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബാഗാണ്. ടെക്സ്റ്റൈൽസ് എന്നൊക്കെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അവർ നമുക്ക് തരുന്ന ഒരു ടൈപ്പ് ബാഗാണ്. അപ്പോൾ നിരോധിച്ചതോടുകൂടി ചിലപ്പം സ്റ്റോക്കൊക്കെ പഴയത് നമ്മളെ വീട്ടിലുണ്ടാവും. അപ്പോൾ നമുക്കത് ഉപകാരപ്പെടും, അത് എടുക്കുക. രണ്ടാമതായിട്ട് നമുക്ക് ബ്രൂം സ്റ്റിക്കിൻ്റെ ആവശ്യമുണ്ട്, ഒരു 6 പീസ്. അതായത് നമ്മൾ ചൂലൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റിക്കാണ്. അപ്പോൾ അത് 6 പീസ് റെഡിയാക്കി വെക്കുക. സ്റ്റിക്ക് കൂടാതെ നമുക്ക് ഗം ടേപ്പ് ആവശ്യമാണ്. പിന്നെ സിസേഴ്സ് ചെറുതും വലുതും. പിന്നെ നമുക്ക് ത്രെഡ് ആവശ്യമാണ്, അതായത് നൂല്. പിന്നെ മാഗസീനോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൻ്റെ പീസസ് ആയാലോ മതി. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് കുറച്ച് സ്റ്റിക്സ് എടുക്കുക. അതായത് ഒരു 6 സ്റ്റിക്ക് എടുക്കുക. അതിനുശേഷം ഇത് തടിച്ച ആ വശങ്ങൾ 2 ഓപ്പോസിറ്റ് സൈഡിലും പിന്നെ നേരിയ വശങ്ങളിൽ ഉള്ളിലും ആയിട്ട് നമ്മൾ വെക്കുക. അതിനുശേഷം ഗം ടേപ്പ് വെച്ചിട്ട് നന്നായിട്ട് എല്ലായിടയ്ക്കും ഇൻസുലേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഫ്രെയിമിൽ കാണുന്ന പോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആ ഉള്ളിലുള്ള ഷേപ്പ് നോക്കിയാൽ മതി. ആ റാ ഷേപ്പും പിന്നെ താഴോട്ടും പിന്നെ ക്രോസിലുള്ള ഷേപ്സിലാണ് നമ്മൾ സ്റ്റിക്സ് വെക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ റെഡിയാക്കി വെച്ച ആ 3 സ്റ്റിക്ക് എടുത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ബാഗ് കട്ട് ചെയ്യുകയാണ്. ആ ബാഗ് കട്ട് ചെയ്യുന്ന രീതി അടിവശം കട്ട് ചെയ്യുക. അതിനുശേഷം ഇടത്ത് വശം മുകളിലോട്ട് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ത്രികോണാകൃതിയിൽ, അതായത് ട്രയാങ്കിൾ മോഡലിൽ ആ പേപ്പർ, അതായത് ആ ബാഗ് നമ്മൾ ഫോൾഡ് ചെയ്യാണ് വേണ്ടത്. അതിനുശേഷം വലത്ത് വശത്ത് കാണുന്ന ആ ഒരു എക്സ്ട്രാ പീസ് ഉണ്ട്, അത് നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റുക. ആ പീസ് കളയരുത്. അവിടെ നമുക്കൊരു ഹോള് കാണാൻ പറ്റും. ആ ഒരു ഹോൾ അടക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ആ ഒരു പീസ് നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ മുകളിൽ കാണുന്ന ആ ഒരു പാർട്ടില്ലേ, അത് നമ്മൾ നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഗം ടേപ്പ് വെച്ച് കവർ ചെയ്യുക. അതിനുശേഷം ആ ഓപ്പോസിറ്റ് വരുന്ന ആ ഒരു സൈഡും കൂടി കവർ ചെയ്യുക. തിരിച്ച് വെച്ചതിന് ശേഷം ഓപ്പോസിറ്റ് വരുന്ന ആ ഒരു ഏരിയയും കൂടി കവർ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിൻഡൊക്കെ നന്നോണം വരുമ്പോൾ അത് ഇളകി പോകാണ്ടിരിക്കാനാണ്. പിന്നെ നമ്മൾ ആ ബാക്ക് വശത്ത് ആ ന്യൂസ് പേപ്പറിൽ നിന്ന് ഒരു പീസ് എടുക്കുക. കുറച്ച് തടിയുള്ള പീസാണെങ്കിൽ കുറച്ച് താഴോട്ടും കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് റെഡിയായി. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് അതിൽ നിന്ന് ഒരു സ്റ്റിക്ക് എടുക്കുക, വലിയ സ്റ്റിക്ക് എടുക്കുക. കാരണം വെച്ചാൽ നമ്മളിത് ഉണ്ടാക്കുമ്പം തന്നെ അളവെടുക്കുക. ഇതിൻ്റെ കണക്കായിട്ടുള്ള സ്റ്റിക്കിൻ്റെ അളവെടുത്തിട്ട് വേണം നമ്മൾ ആ ഒരു സ്റ്റിക്ക് ഉണ്ടാക്കാൻ. അതിനുശേഷം നമ്മളിവിടെ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ആ റാ ഷേപ്പിൽ അവിടെ വെച്ചു. അതിനുശേഷം അടുത്ത് സ്റ്റിക്ക് എടുത്തു. ആ റാ ഷേപ്പിൻ്റെ അടിവശത്തോടു കൂടി ഇറക്കി വെച്ചു. ഇറക്കി വെച്ചതിന് ശേഷം ആ മുകളിലുള്ള ആ വശം മാത്രം നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അടിവശം ഇപ്പം ടാപ്പ് ചെയ്യരുത്, അത് പിന്നെ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ബാക്കിയുള്ള ഒരു സ്റ്റിക്കും കൂടിയാണ്. അത് ആ ക്രോസിൽ വെച്ച സ്റ്റിക്കിൻ്റെ അടിവശത്തോടു കൂടി വെക്കുക. അതിനുശേഷം ആ റാ ഷേപ്പ് മുട്ടുന്ന രീതിയിൽ ഇടതും വലതുമില്ല വശങ്ങളിൽ നന്നായിട്ട് ടാപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം, ആ ബാക്കി വന്ന പീസിൽ നിന്ന് 2 പീസാക്കി മാറ്റുക. സിസർ വെച്ചിട്ട് 2 പീസാക്കി മാറ്റുക. അത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാലാണ്. അപ്പോൾ ആ അടിവശം നമ്മൾ നേരത്തെ ഒട്ടിച്ചില്ലല്ലോ, അതിൻ്റെ അടിവശത്തോട്ട് ഇത് കയറ്റി വെക്കുക. കയറ്റി വെച്ചതിന് ശേഷം ആ 3 ഏരിയയും നമുക്ക് കാണാൻ പറ്റും. ആ ഒരു 3 ഏരിയയിലും നന്നായിട്ട് ടാപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ മുകളിൽ കാണുന്ന ഒരു പാട്ടില്ലേ, ആ ഒരു പാട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ആ മുകളിൽ കാണുന്ന ആ ഒരു സ്റ്റിക്കിൻ്റെ പാട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള കുറച്ച് ഏരിയാസൊക്കെ ഉണ്ട്. നമ്മൾ നല്ല വിൻഡൊക്കെ കാറ്റൊക്കെ വരുമ്പോൾ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള പാട്ടും കൂടി ഗം ടേപ്പ് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ടേപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. അത് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ചിറകുകൾ ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ചിറക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പേപ്പർ എടുക്കുക, സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്യുക, 2 പീസാക്കി മാറ്റുക. 2 പീസാക്കിയതിന് ശേഷം ഇടതും വശത്തും സൈഡിൽ വരുന്ന ചിറകുകൾ ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഈ പേപ്പർ വെച്ചിട്ട് ടാപ്പ് വെച്ച് ഒട്ടിക്കുക. ഇടതുവശത്ത് ഒട്ടിക്കുക, അതിനുശേഷം വലതുവശത്ത് ഒട്ടിക്കുക.
ഇടതും വലതും വശം ഒട്ടിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ചെയ്യേണ്ടത് സിസർ എടുക്കുക. ഓപ്പോസിറ്റ് സൈഡും കൂടി ഒട്ടിക്കേണ്ട ആവശ്യമുണ്ട്. ഓപ്പോസിറ്റ് സൈഡും കൂടി നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. അത് ഓപ്പോസിറ്റ് സൈഡ് രണ്ട് വശങ്ങളും ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യാൻ പോകുന്നത് ചിറകുകൾ ഉണ്ടാക്കാനാണ്. ആ ചിറകുകൾ നല്ല ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയ ക്രാക്സ് കട്ട് ചെയ്ത് കൊടുക്കുക. മുകളിലോട്ട് പകുതി വരുന്ന രീതിയിൽ രണ്ട് വശങ്ങളിലും നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് വാലാണ്. അവിടെ ഓൾറെഡി നമ്മളിപ്പോൾ ഒരു പീസ് അവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ബാക്കി നമ്മൾ പേപ്പേഴ്സ് വെക്കുകയാണ്. അപ്പോൾ ഒരു പീസ് ആദ്യം നമ്മളെടുത്ത് ഫിറ്റ് ചെയ്യുക. ഫിറ്റ് ചെയ്തതിന് ശേഷം ആ പീസ് നമ്മൾ ഈ മാഗസീൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം അതേ സൈസിൽ ഒരു 5 പേജ് എടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഈസി ആയിട്ട് 5 പേജ് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പിന്നെ 1 by 1 ആയിട്ട് മുകളിൽ നിന്ന് താഴോട്ട് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. മുകളിൽ നിന്ന് താഴം വരെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. നമുക്ക് എത്ര ലെങ്ത് വേണം അത്രയും വെച്ച് കൊടുക്കാം. അത് വെച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ബാക്ക് വശവും നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ വരുന്നത് ഇതിൻ്റെ അടിവശത്ത് നമ്മൾ ആ വാല് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ സിസർ വെച്ചിട്ട് അധികം നീളമില്ലാത്ത രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് 4 ഹോൾസ് ഇട്ട് കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ചെറിയ കത്രിക. അതെടുക്കുക. അതിനുശേഷം ഇതുപോലെ റോപ്പ് വെച്ചിട്ട് നമ്മൾ നല്ല ടൈറ്റുള്ള റോപ്പായാൽ നല്ലതാണ്. കുറച്ച് കനവുള്ള ടൈപ്പ് റോപ്പ് വെച്ചിട്ട് കെട്ടുക. അതിനുശേഷം ഓപ്പോസിറ്റ് വെക്കുക. നമ്മളെ മുകളിൽ നിന്ന് കാണാനുള്ള ഒരു ഷോന് വേണ്ടി നമ്മൾ റെഡ് സൈഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് വെക്കുക. കയറ് കിട്ടുന്നത് ആ റെഡ് ഉള്ള വശത്ത് കയറ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല ഉയരത്തിൽ പോകുമ്പോൾ റെഡ് ആയതുകൊണ്ട് നല്ല റിഫ്ലക്റ്റ് ചെയ്തിട്ട് എടുത്ത് കാണിക്കും. അതിനുശേഷം ഒരു നല്ല തടിച്ച കയറ് കൊണ്ട് നമ്മൾ കെട്ടുക. എത്രയേ ഉള്ളൂ. അപ്പം പട്ട റെഡിയാണ്. നമുക്ക് പറപ്പിച്ച് കാണിക്കാം. അടിപൊളി പട്ടാണ്. കുട്ടികൾക്കൊക്കെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് സമയം പോകാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്താൽ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികളാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ സേഫ്. ബൈ.